ഗായ്സ്, എന്ത് കഥ, എന്താണ് വിശേഷം? സുഖമാണല്ലോ. അസ്രു എൻ്റർടൈൻസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇപ്പം ഞാൻ കുറച്ച് ദിവസമായി വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്തിട്ട് അല്ലേ. അപ്ലോഡ് ചെയ്ത സത്യം പറഞ്ഞാൽ കണ്ടൻറ്റുകളൊന്നും കിട്ടുന്നില്ല. കണ്ടൻറ്റുകൾ കിട്ടാൻ പുറത്ത് പോയാലേ കിട്ടുള്ളൂ. അങ്ങനെ പുറത്തോട്ടൊന്നും പോക്കില്ല. പിന്നെ എന്താ പറയുക, റൂം ചേഞ്ച് ചെയ്യേക്കും, അങ്ങനെയുള്ള കുറേ സംഭവങ്ങളിലൊക്കെ ആയിട്ടിരിപ്പായിരുന്നു. ഇതല്ല ആൾക്കാർ നോക്കുന്നു, ആൾക്കാർക്കറിയൂടല്ലോ ഞാനൊരു വ്ളോഗറാണെന്ന്. വ്ളോഗർമാരെ അണ്ണാ എടുത്തിട്ട് അടിക്കല്ലേ. പിന്നെന്താണ് ഗൈസ് വിശേഷങ്ങൾ? സുഖമാണോ ഗൈസ്? എന്തൊക്കെയോ പറയാനുണ്ട്, എന്തൊക്കെയോ പറയാനായിട്ടാണ് ഫോണെടുത്തത്, പക്ഷെ എല്ലാം മറന്നുപോയി ഗൈസ്. അല്ല, മൈക്ക് സെറ്റ് ആയിരിക്കണം കേട്ടോ. എൻ്റെ മൈക്കിന് എന്തോ പ്രശ്നമുണ്ട്. അതൊക്കെ നമ്മളെന്താ ഒരു നാട്ടിലെ ഒരു ഫീലുണ്ടല്ലേ, നമ്മളൊരു നാട്ടിൻപുറത്തെ ഒരു ഫീലൊക്കെ കിട്ടുന്നുണ്ടല്ലേ. നല്ല വെയിലാണ് ഗൈസ്. ബ്രേക്കിന് ഇറങ്ങിയതാണ് ഡ്യൂട്ടിന്ന്. ഇതൊക്കെ പൊളിയല്ലേ അല്ലേ. നമ്മളെ നാട്ടിൻപുറത്തേക്ക് ആ ഒരു വൈബ് കിട്ടുന്നുണ്ടല്ലേ. ഞാൻ ഫസ്റ്റ് ടൈമാണ് ഇങ്ങനെ നടന്നു പോണത്. അല്ലെങ്കിൽ നമുക്ക് പിന്നെ അനിയന്മാരൊന്ന് കൊണ്ടുപോക്കലാണ്. ഇന്ന് ആദ്യമായിട്ടാണ് ഒന്ന് നടന്നു പോയി നോക്കണതാണ് എങ്ങനെ ഉണ്ടെന്നൊക്കെ അറിയാൻ വേണ്ടി. അങ്ങനെ നടക്കലൊന്നുമില്ല. അപ്പം എന്താ പറയുക, കുമ്പളങ്ങ കണക്കത്തെ വയറ് ചാടുന്നു. അതായത് റൂമിൽ തന്നെ ഇങ്ങനെ ഇരുന്ന് ഫുഡ് മേടിച്ച് ഇങ്ങനെ ഇരിക്കുമല്ലേ, അപ്പോഴും വയറൊക്കെ ചാടി ഇങ്ങനെ നിൽക്കുവാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇനി ഒന്ന് കുറച്ച് നടക്കുകയൊക്കെ ചെയ്യാം, ഒന്ന് സെറ്റാവാന്ന്. ജിമ്മിൽ പോകാനേ എനിക്ക് മടിയാണ്. ഇതൊന്ന് നടക്കുമെങ്കിലും ചെയ്യട്ടെ ഗൈസ് അല്ലേ. ഇതാണ് സൂര്യൻ ചേട്ടാ, ഒന്നെന്നെ രക്ഷിക്കൂ, ഒന്നൊന്ന് സംരക്ഷിക്കൂ അല്ലേ. സത്യം പറയുമ്പോൾ ഇങ്ങനെ നടന്നപ്പോഴേ, നമ്മളെല്ലാം പണ്ട് സ്കൂളിലൊക്കെ പോണ സമയം ആ ഒരു ഇത്, ഞാൻ സ്കൂളിലൊക്കെ നടന്നാണ് പോണത്. അതായത് എനിക്ക് തോന്നുന്നു വൺ സൈഡ് അരമണിക്കൂറോളം നടക്കാനുണ്ടായിരുന്നു തോന്നുന്നു. നമ്മൾ നടന്നാണ് സ്കൂളിലൊക്കെ പോണത്. ആ ഒരു ഫീൽ എനിക്ക് കിട്ടുന്നുണ്ട്. സത്യം പറഞ്ഞാൽ ഇത്രയൊന്നും അങ്ങനെ വലുതായിട്ട് ഇങ്ങനെ നടക്കലൊന്നുമില്ല, കുറേ നാളായി. പൊളിയാണ് കേട്ടോ. പക്ഷെ വെയിലും കൂടെ ഇല്ലായിരുന്നെങ്കിൽ കുഴപ്പമില്ലായിരുന്നു. പക്ഷെ വെയിലുണ്ട്. പിന്നല്ല, തീയിൽ കുരുത്തവനല്ലേ വെയിലത്ത് വാടുമോ? ഇല്ല. അതാണ്. ആരാണ്? അസ്രു എൻ്റർടൈൻസ്. നിങ്ങൾ സപ്പോർട്ട് ചെയ്യണം കേട്ടോ ഗൈസ്. അതായത് നിങ്ങളുടെ സപ്പോർട്ടാണ്, അതായത് അസ്രു എൻ്റർടൈൻസ് എന്ന ആ ചാനലിൻ്റെ വിജയം. ഓക്കെ, നിങ്ങളെല്ലാവരും കട്ടൊക്കെ സപ്പോർട്ട് ചെയ്യണം കേട്ടോ ഗൈസ്. ഞാൻ 15 മിനിറ്റ് നടന്നു. അതായത് 15 മിനിറ്റായി ഞാൻ നടക്കാൻ തുടങ്ങിയിട്ട്. അതായത് 30 മിനിറ്റാണ്, വൺ സൈഡ് 30 മിനിറ്റാണ്. ഞാൻ ഈ കണ്ണടച്ച് വെച്ചേക്കണം എന്തിനാണെന്ന് നിങ്ങൾ ചോദിക്കേണ്ട. അത് പറയാൻ കാണുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സൺലൈറ്റ് ഇങ്ങനെ പുറത്ത് അടിക്കുന്നുണ്ടാണ്, അതായത് മുഖത്ത് അടിക്കുന്നുണ്ട്. സൺലൈറ്റ് ഇങ്ങനെ കറക്റ്റ് അടിക്കുമ്പോൾ കണ്ണടഞ്ഞു പോണു ഗൈസ്. പിന്നെന്താണ്, അടിപൊളി ഒരു ജിമ്മ് കാണുന്നുണ്ട്. അടിപൊളി ഒരു ജിമ്മാണെന്ന് തോന്നുന്നു. കുറേ ആൾക്കാരൊക്കെ പുറത്ത് നിൽക്കുന്നുണ്ട്, പക്ഷെ ഞാൻ വരില്ല കേട്ടോ. നോക്കൂ ഗൈസ്, ആ മരങ്ങൾ ഇങ്ങനെ കൂടി നിൽക്കുന്നതാണ് എന്ത് രസം അല്ലേ. അടിപൊളിയായിട്ടുണ്ട്. എന്ത് പൊളിയല്ലേ. നമ്മളാ നാട്ടിൽ ആ ഒരു ഫീൽ കിട്ടുന്നുണ്ട്. നമ്മളാ നാട്ടിൽ നിൽക്കുന്ന ആ ഒരു ഫീൽ കിട്ടുന്നുണ്ട്. എന്താ പറയുക, നമ്മൾ തണൽ തേടി നിൽക്കും എന്നൊക്കെ പറയുമല്ലോ, ആ ഒരു ഇതുണ്ടല്ലേ. അടിപൊളി തന്നെ കേട്ടോ. അവിടെ അടിപൊളി നല്ല എന്താ പറയുക, നല്ല അടിപൊളി തണുത്ത കാറ്റും. ആ വെയിലത്ത് നിന്നൊക്കെ പുറത്തിങ്ങോട്ട് വന്നപ്പോൾ ഇവിടെ നല്ല അടിപൊളി സൂപ്പർ കാറ്റൊക്കെ അടിപൊളിയായിട്ടുണ്ട്. സെറ്റായിട്ടുണ്ട് അല്ലേ. ഞാൻ ആദ്യമായിട്ടാണ് ഇത് വഴിയൊക്കെ വരണം. പക്ഷികളുടെ കളകളാരവം കേൾക്കുന്നുണ്ടോ നിങ്ങൾ? ഞാൻ കേൾക്കുന്നുണ്ട് കേട്ടോ, അടിപൊളിയായിട്ട് കേൾക്കുന്നുണ്ട്. ശ്രദ്ധിച്ചേ, അടിപൊളി പക്ഷികളുടെ കളകളാരവം അല്ലേ ഗൈസ്. അങ്ങനെ നടന്ന് എന്താ പറയുക, ഞങ്ങളുടെ വില്ല എത്താറായി. എന്താ പറയുക, ഇങ്ങോട്ട് ഈ ഒരു ഏരിയ കയറുമ്പോൾ തന്നെ എന്താ പറയുക, ഒരു ഭയങ്കര ഒരു പോസിറ്റീവ് എനർജിയാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല അടിപൊളി കാറ്റും. നമ്മളിവിടെ താമസം തുടങ്ങിയിട്ട് ഇന്ന് 3ാമത്തെ ദിവസമായിട്ടേ ഉള്ളൂ. പക്ഷെ അടിപൊളിയാണ് കേട്ടോ. ഈ ഏരിയ ഒക്കെ സെറ്റാണ്, അടിപൊളിയാണ്. ഭയങ്കര ഒരു എന്താ പറയുക, ഒരു അടിപൊളി പോസിറ്റീവ് വൈബാണ്. എല്ലാം കൊണ്ടും സെറ്റാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് നമ്മുടെ വില്ല കാണണ്ടായോ? കാണിച്ചു തരാം. സത്യമല്ലേ ഗൈസ്, നമ്മളൊരു അതായത് നമ്മളൊരു നാട്ടിൻപുറത്തേക്ക് ആ ഒരു ഫീലൊക്കെ കിട്ടുന്നില്ലേ അല്ലേ. നമുക്കുണ്ട് കേട്ടോ, നല്ല നാട്ടിൻപുറത്തൊരു ഫീലൊക്കെ കിട്ടാറുണ്ട്. അവന്മാരും എപ്പോഴും പറയാറുണ്ട് ഒരു നാട്ടിൻപുറത്തെ ഒരു ഫീലുണ്ടല്ലോ. വേണ്ട, നമ്മളെ മുരിങ്ങയൊക്കെ പിടിച്ച് കിടക്കുന്നുണ്ടോ? മുരിങ്ങയൊക്കെ എന്നൊക്കെ ഉണ്ടാ, മുരിങ്ങയൊക്കെ ഉണ്ടാ. അയ്യോ കുഴപ്പമില്ല.
ഗൈസ് അങ്ങനെ ഞങ്ങളുടെ വില്ലയിലെത്തി. ഇതാണ് ഞങ്ങളുടെ വില്ല. നമ്മളിപ്പോൾ വന്നിട്ട് നേരത്തെ ഞാൻ പറഞ്ഞല്ലോ 3 ദിവസമേ ആയിട്ടുള്ളൂ. അപ്പോൾ ഇതാണ് ഞങ്ങളുടെ വില്ല. അപ്പം ഇതിൻ്റെ അകത്തുള്ള അടുത്ത വിശേഷങ്ങളെല്ലാം നമ്മൾ എന്താ പറയുക അടുത്ത വീഡിയോയിൽ നിങ്ങളെ കാണിച്ചു തരും. അപ്പം അത് കയറട്ടെ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. എന്താണ് നമ്മളെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ നമ്മളെ ചാനലൊക്കെ ഒന്ന് സബ് ചെയ്യുക. അപ്പോൾ നമുക്ക് അടുത്ത വിശേഷങ്ങളുമായി അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്കും ഓക്കെ ബൈ ടാറ്റ.